NDR ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് YACയുടെ 2025-26 വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് കൂട്ടിക്കൽ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 13 വാർഡിലെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തുകയുണ്ടായി. അതിൻ്റെ സമ്മേളന പരിപാടികൾ ദേശീയ ഗാനത്തോടുകൂടി ആരംഭിച്ചു. YACയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജെയിംസ് കൺറ്റേരയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലെ യോഗ നടപടിക്രമങ്ങൾ നമുക്കൊന്ന് കാണാം. സ്വാഗതം പറയുന്നതിനായി BIC ലൈബ്രറിയുടെ സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായ അബ്ദു ആലസമ്പാട്ടിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 2025-26 സ്കൂൾ പ്രവേശന ഉദ്ഘാടനവും സ്കൂൾ കുട്ടികൾക്കുള്ള കിറ്റ് വിതരണവും ആരംഭിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് NDRന്റെ കായിക മേഖലയിൽ കലാരംഗങ്ങളിലൊക്കെ വിസ്തൃതമായ പ്രവർത്തനം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന NDR ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നമുക്ക് NDRലെ ഓരോ കുഞ്ഞു കുട്ടികൾക്കും അറിയാവുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ YAC ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന വിവിധങ്ങളായ പരിപാടികൾ നമുക്കറിയാം. NDRന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിദേശ താരങ്ങളെ വരെ അണിനിർത്തിക്കൊണ്ട് ഫുട്ബോൾ ടൂർണമെന്റ് അടക്കം അഖിലേന്ത്യാ വടംവലി മത്സരമടക്കം നിരവധി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള NDR YAC ഈ വർഷം ഒരു പുതിയ സംരംഭമായി മുന്നോട്ട് വരികയാണ്. ഇതിനു മുമ്പ് ചാരിറ്റി രംഗത്തൊക്കെ വിവിധങ്ങളായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ആദ്യമായിട്ടാണ്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലും ഉള്ള ഏറ്റവും അർഹതയുള്ള എല്ലാവർക്കും കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ സാമ്പത്തിക പരാധീനതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നിർദ്ദേശമനുസരിച്ച് ഒരു വാർഡിൽ നിന്നും 2 കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണം നടത്താൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് 13 വാർഡുകളിൽ നിന്നും ലിസ്റ്റ് അനുസരിച്ചുള്ള കുട്ടികളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം 2021 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയം, അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോഴും നാം എല്ലാം ആശങ്കാകുലരായിരിക്കുന്ന ഒരു കാലയളവിലാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ മഴ നമ്മളെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഒരു കടമ. ഈ പ്രതികൂല കാലാവസ്ഥയിൽ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. YACയുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച ഇവിടുത്തെ മുഴുവൻ ജനങ്ങളോടും ഉള്ള നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് YACയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ജെയിംസ് കിളച്ചുകരയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് YACയുടെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് YACക്ക് വേണ്ടി നൂതനമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ജെയിംസ് കിളച്ചുകരയെ നിങ്ങൾ ഓരോരുത്തരും പേരുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്താമെന്ന് സമ്മതിച്ചിരുന്നത് ബഹുമാന്യനായ കുണ്ടക്കയം പോലീസ് സബ് ഇൻസ്പെക്ടർ രാകേഷ് സാറായിരുന്നു. ഇന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ
വളരെയധികം ഡ്യൂട്ടികൾ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് അദ്ദേഹം വിളിച്ചറിയിച്ച് അദ്ദേഹം നമ്മുടെ മുണ്ടക്കയം പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജു സാറിനെയാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടിരിക്കുന്നത്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരിക്കുന്ന ബഹുമാനീയ മുണ്ടക്കയം പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജു സാറിനെ നിങ്ങൾ ഓരോരുത്തരും പേരുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജോ ജോസാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ചെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ ഇലക്ക് വിളിച്ച സമയത്ത് അവിടെ എത്തിച്ചേർന്നതിന് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനിയായ സേവരച്ചനാണ്. നമ്മുടെ നാട്ടിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ നാട്ടിലെ ഓരോരുത്തരുടെയും റിസൾട്ട് ഏറ്റവും വലിയ ബഹുമാനിയായ സേവരച്ചന് നിങ്ങളുടെ ഓരോരുത്തരും പേരുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ YACയുടെ സഹായിയും YACയുടെ മുൻ പ്രസിഡന്റും കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റുമായ PS അജിമോനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹരിഹരൻ, ആൻസി അഗസ്റ്റിൻ, മോഹനൻ മെമ്പർ, KN വിനോദ് അടക്കമുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജിജോ കാരക്കാരനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സാമൂഹിക സാംസ്കാരിക പാർട്ടിയും സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന YACയുടെ ഭാരവാഹികൾ ഓരോരുത്തരെയും പേരെടുത്ത് ഈ വൈദ്യുതി പേരുകളിൽ പറയുന്നില്ല. അവരോരോരുത്തരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ YACയുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സെക്രട്ടറി രേഖലാൽ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സുഹൃത്തുക്കളെ, YAC ക്ലബ്ബ് സ്ഥാപിതമായിട്ട് ഇന്ന് 22 വർഷം കഴിഞ്ഞ് 23ാം വർഷത്തിലേക്ക് പോവുകയാണ്. 2003 ഈ YAC ക്ലബ്ബ് സ്ഥാപിതമായത്. അത് ഏതാനും എൻ്റെ കണക്കുകൾ അനുസരിച്ച് ഏതൊരു 9-10 പേരാണ്. തമ്പി പി ബേബി, സുൽഫിക്കർ, സുധീർ, ഫിനോഷ്, ഫിലിപ്പ് കിണറ്റുകര, കണ്ണന്, ഇങ്ങനെ ഏതാനും ചിലർ സ്ഥാപിച്ച ഈ സ്ഥാപനം അതിശക്തമായ രീതിയിൽ 22 വർഷം കഴിഞ്ഞ് 23ാം വർഷത്തിലേക്ക് പോവുകയാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഈ ഒരു ക്ലബ്ബ് ഇത്രയും ശക്തമായ രീതിയിൽ ഏന്ത്യാറ്റി സാമൂഹിക പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും ഇത്രയും നല്ല രീതിയിൽ തുടങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രസിഡന്റിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. പിന്നെ ഈ YAC കായികപരമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളോത്സവം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രൈസ് മണി കൊടുത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയ ക്ലബ്ബ് ഏന്ത്യാർ YAC ക്ലബ്ബാണ്. വിദേശ താരങ്ങളെ മാത്രം അണിനിരത്തിക്കൊണ്ട് നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ ടൂർണമെൻറ്റും മറ്റു കാര്യങ്ങളും നടത്തുന്ന ഒരു ക്ലബ്ബാണ്. ഇനിയും വരും കാലങ്ങളിലും ശക്തമായ രീതിയിൽ YAC ക്ലബ്ബ് ഏന്ത്യാറിൻ്റെ എല്ലാ ഇതിലും മേഖലകളിലും പ്രവർത്തിക്കുമെന്ന് പറയുന്നു. ഇനിയും വിദേശ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കൂട്ടിക്കൽ പഞ്ചായത്തിലെ 13 വാർഡുകളിൽ നിന്നും ആശാ വർക്കർമാരെയും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ രോഗികളായിട്ടുള്ളവർക്ക് എല്ലാ മാസവും ഏതാണ്ട് ഒരു ചെറിയ തുക അവർക്ക് നൽകാനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട്. അത് ഇനിയും അടുത്ത വാർഷികത്തോടനുബന്ധിച്ച് അത് പ്രാബല്യത്തിൽ വരും. എല്ലാ മാസവും കൊടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അതുപോലെ തന്നെ ഈ പ്രവർത്തനം ഈ രീതിയിൽ നടത്താൻ എൻ്റെ സഹപ്രവർത്തകരും കമ്മിറ്റിക്കാരും ക്ലബ്ബ് മെമ്പർമാരും അതിശക്തമായ രീതിയിൽ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് ഈ രീതിയിൽ ഏതൊരു പ്രശ്നവും ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനം ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിനായി നമ്മുടെ ഷിജു സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു.
വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയജനങ്ങളെ, ANJR ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സ്കൂൾ ബാഗ് ആൻഡ് സ്കൂൾ കിറ്റ് വിതരണമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ ഒരു തലമുറയിലും ഈ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ കിറ്റ് വിതരണം നടത്തുക, ഇതൊക്കെ റയറായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനുവേണ്ടി മുൻകൈ എടുത്ത പെരുമാറ്റവും കുട്ടിയുടെ സ്വഭാവവും കുട്ടിയുടെ കൂട്ടുകെട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അങ്ങനെ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നൊരു ചാൻസ് കാണുവാണെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് അതിനുള്ള കൗൺസിലിങ്ങും മറ്റ് തടയാൻ വേണ്ടിയുള്ള നടപടി മറ്റ് കാര്യങ്ങളൊക്കെ ക്ലബിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നറിയിച്ച് പറയുകയാണ്. ഈ പ്രോഗ്രാം, ഈ കിറ്റ് വിതരണം ഇനിയും തുടരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. നിങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുണ്ടക്കയം സബ് ഇൻസ്പെക്ടർ ഷിജു സാറ്, സുഹൃത്തുക്കളെ, വളരെ സന്തോഷപൂർവ്വമാണ് നമ്മൾ ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുന്നത്. ANJRന്റെ കലാ സാംസ്കാരിക കായിക മേഖലകളിൽ കഴിഞ്ഞ 22 വർഷക്കാലമായി നക്ഷത്ര ശോഭയോടെ വിരാജിച്ച ഒരു ക്ലബ്ബാണ് ANJR ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നമുക്കറിയാം, ഒട്ടേറെ മേഖലകളിലെ ക്ലബ്ബുകളും സംഘടനകളും ഉദയം ചെയ്തെങ്കിലും പലപ്പോഴും അത് മുൻപോട്ട് കൊണ്ടുപോകാനാവാതെ സ്റ്റക്കായി പോകുന്ന ഒരു സാഹചര്യത്തിൽ ANJRന്റെ ഹൃദയഭൂമിയിൽ ഇവിടുത്തെ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കലാകായിക രംഗങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി കാലാകാലങ്ങളായി മാറി മാറി വന്ന ഭാരവാഹികളെല്ലാം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഈ ക്ലബ്ബ് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ ക്ലബിൻ്റെ ഇപ്പോഴത്തെ ഭാരവാഹികളുടെ ശ്രീ ജെയിംസിനെയും രേഖാലാലിനെയും ഒക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം, അതുപോലെ തന്നെ പൊതുവായ രംഗത്ത് നമുക്ക് ആവശ്യമായ സഹകരണങ്ങൾ എല്ലാം നമുക്ക് ആവശ്യമാണ്. പൊതുപ്രവർത്തന രംഗത്തേക്കും പൊതുരംഗത്തേക്കും ഒക്കെ കൂടുതൽ ആളുകൾ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. പലപ്പോഴും സമൂഹം പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഭക്ഷണത്തിനായി സേവ്യർ മാമൂത്തിനെ ക്ഷണിക്കുന്നു. പക്ഷെ കാലാവസ്ഥകളെല്ലാം മാറി ഡാം നിറഞ്ഞു വെള്ളം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഈ പാവപ്പെട്ട നമ്മുടെ ഓരോ കുടുംബനാഥന്മാർക്ക് ജോലിയില്ല, ചേച്ചിമാർക്ക് ജോലിയില്ല, എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടണം, കുട മേടിക്കണം, പുസ്തകം മേടിക്കണം, ചെരുപ്പ് മേടിക്കണം, അങ്ങനെ വലിയൊരു അങ്കലാപ്പിലാണ് പല കുടുംബങ്ങളും ജീവിക്കുക. അപ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ ഈ കൊച്ച് ക്ലബ്ബ്, ANJR ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിലെ 26 കുട്ടികൾക്ക് 13 വാർഡിലെ 26 കുട്ടികൾക്ക് അതിനുള്ള പഠന സഹായങ്ങൾ എല്ലാം തന്നെ നൽകുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉദ്യമത്തിന് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെ എല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ SI സാർ പറഞ്ഞ പോലെ, ശ്രീ സാർ പറഞ്ഞ പോലെ എല്ലാ ഇതിനകത്തൊക്കെ ഒരു പ്രോത്സാഹനം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതിനേക്കാളും ഉപരിയായി കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ നമ്മുടെ ക്ലബ്ബിൽ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാനും കൂടെ പോയിരുന്നു. നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് വളരെ മനോഹരമായി വലിയൊരു അത്ലറ്റ് മീറ്റ് അവിടെ നടത്തുകയുണ്ടായി. അപ്പം കുട്ടികളുടെ കായിക കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് അത് വളരെ ശക്തമായ രീതിയിൽ അവർക്കൊരു പിന്തുണ നൽകുന്ന ഏത് മേഖലകളിലും പിന്തുണ നൽകുന്ന ക്ലബ്ബാണ് നമ്മുടെ ANJR ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ അധ്യക്ഷൻ ജെയിംസേട്ടൻ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെയാണ് 22 വർഷക്കാലമായി ഇത് വളരെ അതിശക്തമായി ANJRന്റെ ജനഹൃദയങ്ങളിൽ ഈ പേര് വളരെ പ്രാധാന്യമായിക്കൊണ്ട് നമ്മുടെ ക്ലബ്ബ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവർക്കും ഒത്തിരി തിരക്കുകളുണ്ട്, സംസാരിക്കാനുണ്ട്. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവിധ ഉദ്യമത്തിനും ദൈവം അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. എല്ലാ കാലങ്ങളും പഠിക്കുവാൻ യൂട്യൂബിൽ വളരുവാൻ സാധിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കാലവർഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം പരിഭ്രാന്തി പരത്തുന്ന രീതിയിലുള്ള മെസ്സേജുകൾ. കാരണം 2021 നമുക്കങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട്
ചില മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ തള്ളിക്കളയണമെന്നും അതുപോലെ ആവശ്യമായ മെസ്സേജുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കണമെന്നും YAC ആ കാര്യത്തിലൊക്കെ മാതൃകാപരമായ പ്രവർത്തനം നടത്തണമെന്നും മുൻ പഞ്ചായത്തിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ജിജോ കാരിക്കാടിനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജെയിംസ് കനത്തുകര, പ്രിയങ്കനായ നമ്മുടെ ഉദ്ഘാടകൻ സിജു സാറ്, പ്രിയങ്കനായ മുഖ്യപ്രഭാഷകൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ എൻ്റെ സുഹൃത്ത് ശ്രീ ജോയ് ജോസ്, പ്രിയങ്കനായ നമ്മുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമുക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ മാമൂട്ടിലച്ചൻ, പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ശ്രീ TS സജിമോൻ, പ്രിയങ്കനായ ഹരിധരൻ മെമ്പർ, ആൻസി മെമ്പർ, പ്രിയങ്കനായ മോഹനൻ മെമ്പർ, വിനോദ് മെമ്പർ, പ്രിയങ്കനായ നമ്മുടെ ഈ YACയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ ആലസമ്പാട്ടി, പ്രിയങ്കനായ രേഖലാൽ, പ്രിയമുള്ള എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കന്മാർ, പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ രാവിലെ സമയത്ത് എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് YAC എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മനോഹരമായ ഒരു പ്രൊജക്റ്റിൻ്റെ വേളയിലാണ്. വളരെ സന്തോഷം തോന്നുന്നു. അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളോടൊപ്പം എല്ലാവരോടുമൊപ്പം ആ അഭിനന്ദനങ്ങൾക്ക് ഞാൻ പങ്കാളിയാവുകയുമാണ്. നമുക്കറിയാം, ഒരു നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ആ നാടിന് എന്നും കരുത്താണ്. ആ നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് എപ്പോഴും ചെറുപ്പക്കാരുടെ മൂവ്മെൻറ്റ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലധികം കാലഘട്ടമായി ഏന്തിയാറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംവിധാനമാണ് YAC. അവരുടെ നേതൃത്വത്തിൽ നിരവധി പരിപാടികൾ, നിരവധി കായിക മത്സരങ്ങൾ, നിരവധി ഓണ പരിപാടികൾ, അങ്ങനെയൊക്കെ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ നിർധനരായ കുട്ടികൾക്ക് മുഴുവൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ നടത്തുമ്പോൾ അത് ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും മാതൃകാപരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരു പരിപാടിയുമായി കടന്നു വന്നിരിക്കുന്ന അവരെ എൻ്റെ ഹൃദയംഗത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന് കരുത്താകുവാൻ, മാർഗനിർദ്ദേശമാകുവാൻ, മാർഗദർശനമാകുവാൻ YACക്ക് കഴിയട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് മെമ്പർ KM വിനോദ്. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ YACയുടെ പ്രസിഡന്റ് ജെയ്മി അവർ, നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്ത ഇതൊക്കെ സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ജോസഫ്, പ്രിയപ്പെട്ട സേവരച്ചൻ, നമ്മുടെ വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, നമ്മുടെ YACയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന YAC ക്ലബ്ബ് നടത്തി വന്നിരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തികൾക്കെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ പ്രത്യേക കാലാവസ്ഥ സാഹചര്യത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ നിർധനരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന മാതൃകാപരമായ ഈ പ്രവൃത്തി സംഘടിപ്പിച്ച YAC ഭാരവാഹികൾക്ക് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് KS മോഹനെ ക്ഷണിക്കുന്നു.
ബഹുമാനായ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ YSCയുടെ പ്രസിഡന്റ് ജെയിംസ് കണറ്റുകര, അതിൻ്റെ സെക്രട്ടറി, പ്രിയപ്പെട്ട നമ്മുടെ ഈ സമ്മേളനം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുണ്ടക്കയം സബ് ഇൻസ്പെക്ടർ, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കനായ വികാരിയച്ഛൻ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കാൽനൂറ്റാണ്ടോളമായി എന്റെ പ്രദേശത്ത് സാമൂഹ്യ സേവന രംഗത്തും കലാകായിക രംഗത്തും മികച്ച പ്രവർത്തനം നടത്തുന്ന YSCയുടെ ആഭിമുഖ്യത്തിൽ ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നിർധനരായ കുട്ടികൾക്ക് കുഴി ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് അവർക്ക് പഠന കിറ്റുകൾ, കൂടാ ബുക്കുകളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയെ ഏറ്റവും നമ്മുടെ ആത്മാർത്ഥമായി അതിനെ അഭിനന്ദിക്കുകയാണ്. ഈ ക്ലബ്ബ് വളരെ ആത്മാർത്ഥമായിട്ട് ഈ അധ്യാപന പ്രദേശത്തിന്റെ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായിട്ട് ഈ കാൽനൂറ്റാണ്ട് കഴിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾക്കറിയാം, പഞ്ചായത്ത് കേരളോത്സവമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ കലാകായിക രംഗത്തെ എല്ലാ രംഗത്തും ഇവരെ സജീവമായ ഇടപെടൽ സത്യത്തിൽ YSCയുടെ ഒക്കെ ആഭിമുഖ്യത്തിലാണ് ഈ കലോത്സവം ഇവിടെ നടത്താറുള്ളത്. അപ്പോൾ അത്രമാത്രം ജനങ്ങളുമായി ഇടപെടുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ കൂട്ടിക്ക പഞ്ചായത്തിൽ ഇതുപോലെ ക്ലബ്ബ് അധ്യാപകർ മാത്രമേ സജീവമായിട്ട് പ്രവർത്തിക്കൂ. നമുക്കറിയാം, ഈ വക കാര്യങ്ങളിലൊക്കെ പുതിയ തലമുറയ്ക്ക് ഈ സാമൂഹ്യ സേവന രംഗങ്ങളിലൊക്കെ പൊതുപ്രവർത്തനത്തിലൊക്കെ പുതിയ തലമുറയ്ക്ക് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴും ഇവിടെ ഒരു ഭാഗം ചെറുപ്പക്കാര് സജീവമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്നു, വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. അവരെ അഭിനന്ദിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലൊക്കെ നമുക്കറിയാം, യുവജനങ്ങളും കുട്ടികളും ഒക്കെ വഴിതെറ്റിപ്പോകുന്ന മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെ വ്യാപകമായ ഉപയോഗം നമ്മുടെ സ്കൂളുകളിലെ ക്രമസമാധാനം, നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നീതിക്കുവാൻ ഇതുവരെ പൊതുപ്രവർത്തകരുടെ ഇടപെടലോടുകൂടി നമുക്ക് മാറ്റാൻ പറ്റും. ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നാട്ടിൽ വളർന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ വക കാര്യങ്ങളിലൊക്കെ ഇടപെടുവാനും അവരെ അതൊക്കെ നിയന്ത്രിക്കുവാനും ഒക്കെ കഴിയുള്ളൂ. അതിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ഈ ക്ലബിനെ അവര് പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്കറിയാം, ഇവിടുത്തെ ഈ കലാ സാമൂഹിക പ്രവർത്തനത്തിനൊക്കെ പശ്ചാത്തലം ഒരുക്കിയ ഒരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഈ കായിക രംഗത്തും ഈ കലാരംഗത്തും ഒക്കെ നമ്മുടെ കുട്ടികളെ, ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കുവാനും പിടിച്ചു നിർത്തുവാനും കഴിഞ്ഞത്. അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ ക്ലബ്ബ് YSC നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളത്. അവര് ഈ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം, സഹജീവികളോടുള്ള താല്പര്യം, അവരിപ്പോൾ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവർ വരുന്ന ആളുകളിൽ നിർധനരായ കിടപ്പ് രോഗികൾക്കൊക്കെ ചികിത്സാ സഹായം നൽകുവാനും മരുന്ന് വാങ്ങുന്നതിനും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനൊക്കെ പദ്ധതി അവർ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്നു. തീർച്ചയായും അവർ പ്രോത്സാഹനജനകമാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ വീടുകളിലും ഒക്കെ ക്യാൻസർ രോഗത്തിന്റെ ബാധ്യതരാണ്. മിക്ക സ്ഥലങ്ങളിലേക്ക് എല്ലാവർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ക്യാൻസറുകളുണ്ട്. അവര് ആ രോഗം ബാധിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വളരെയധികം സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അവരെയൊക്കെ ചെറിയ തുക കൊടുത്താണെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. നമുക്കറിയാം, എത്രയോ ആൾക്കാർ ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ, നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തൊക്കെ നിർധനരായ ഒത്തിരി ആൾക്കാർ ഈ ചികിത്സ കൊണ്ട് തന്നെ നിർധനരായവരുണ്ടാവും. ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ഒക്കെ നേരിടാൻ നമ്മൾ പൊതുസമൂഹം ഞങ്ങളൊക്കെ ഒത്തിരി ആൾക്കാരെ സഹായിക്കാറുണ്ട്. പലരോടൊക്കെ സ്പോൺസർ ചെയ്ത് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് സഹായിക്കാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ തീർച്ചയായും സജീവമായിട്ട് വന്ന ആരും ഇങ്ങനെയുള്ള കാര്യത്തിന് സഹായിക്കും. അതിന് കൈനീട്ടുവാൻ ഒരു സംഘടന, കൈനീട്ടിയ ആ പണം കണ്ടെത്തുന്നതിന് ഒരു സംഘടന മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായും അത് പ്രോത്സാഹനജനകമാണ്. നമുക്കൊക്കെ നമ്മുടെ സഹജീവികളെ സംരക്ഷിക്കേണ്ടത് ബാധ്യത നമുക്ക് പൊതുസമൂഹത്തിനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യർ അങ്ങനെയാണ്. എല്ലാവരെയും പരസ്പരം നമ്മുടെ വയ്യാത്തവരെ നമ്മൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായും അതിന് നമ്മുടെ ക്ലബിന് കഴിയട്ടെ, അതിൻ്റെ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അവർ ചെയ്ത ഈ നന്മ പ്രവർത്തികൾ ഇനിയും നമുക്കുണ്ടാകട്ടെ. അവർക്ക് ഈ ക്ലബിൻ്റെ പ്രവർത്തകർക്ക്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആൻസി മെമ്പർ, അതിനുശേഷം കിറ്റ് വിതരണം തുടങ്ങുന്നതാണ്. സ്നേഹമുള്ളവരെ, YSCയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന സ്കൂൾ കിറ്റ് വിതരണ പരിപാടിയുടെ അധ്യക്ഷൻ ഈ നാടിൻ്റെ തന്നെ മുഖമായ ശ്രീ ജെയിംസ് കിണറ്റുകര, എൻ്റെ സെക്രട്ടറി ശ്രീ രേഖലാല്, നമ്മുടെ ഈ യോഗ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുണ്ടക്കയം SI ഷിജു സാറ്, നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയ കുട്ടിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ബിജോയ്,
നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ സെൻറ് ജോസഫ് ചർച്ച് വികാരി സേവ്യർ മാമോട്ടിലച്ചൻ, നമുക്ക് ആശംസകൾ അർപ്പിച്ച ശ്രീ പി എസ് സജിമോന, അബ്ദു ആൽസമ്പാടില്, വിനോദ് മെമ്പർ, കെ എസ് മോഹനൻ മെമ്പർ, ഹരിഹര മെമ്പർ, YACയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാരവാഹികൾ, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിജോ കാരക്കാട്, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഏറെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കിന്ന് ഏറെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മുടെ നാട്ടിലെ YAC എന്നൊരു ക്ലബ്ബ് സംഘടന ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവരെ കരുതി എന്നതിൻ്റെ തെളിവാണ് ഇന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത് പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ്. അവനവൻ്റെ നാട്ടിലെ കുട്ടികളുടെ അല്ലെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് ഈ യൂത്തിൻ്റെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടികൾ ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഇവരുടെ സേവനം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇനി വരുന്ന നാളുകളിൽ കുട്ടികളുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ അവരെ മയക്കുമരുന്നിൽ നിന്ന് വേർപെടുത്തി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു നല്ല സേവനം, നിങ്ങളുടെ ഒരു നല്ല കരുതൽ, അവരെയൊക്കെ കാവൽക്കാരായി നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടികൾക്ക് കൈത്താങ്ങാകുവാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ച ഈ നല്ല കാര്യത്തിന് ഒരിക്കൽ കൂടി ഈ നാടിൻ്റെ പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ നേരുന്നു. നന്ദി. നമ്മുടെ യോഗ നടപടികൾ ഇനി നമ്മുടെ കിറ്റ് വിതരണ ഉദ്ഘാടനം നടക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ YAC ഈ വർഷം മുതൽ മെമ്പർമാർക്കുള്ള ID കാർഡ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ ID കാർഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും ബഹുമാനായ മുണ്ടക്കയം സബ് ഇൻസ്പെക്ടർ സിജു സാർ നിർവഹിച്ചാണ്. അത് നൽകുന്നതിന് വേണ്ടി സിജു സാറിനെയും സ്വീകരണത്തിന് വേണ്ടിയിട്ട് YACയുടെ പ്രസിഡന്റ് ജെയിംസിനെയും ക്ഷണിക്കുന്നു. YAC സെക്രട്ടറി രേഖലാൽ, പ്രകാശ് എം, തമ്പി പി ബേബി, അജിത് മോഹൻ, ബിപിൻ തോമസ്, ബിപിൻ പി ആർ, ദിലീപ്. ഇനി നമ്മുടെ കിറ്റ് വിതരണത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ മുണ്ടക്കയം പോലീസ് സബ് ഇൻസ്പെക്ടർ നിർവഹിക്കുന്നു. ആദ്യമായിട്ട് കിറ്റ് കൊടുക്കുമ്പോൾ പേര് വിളിക്കുന്ന ആളുകൾ ഒന്ന് അത് കൈപ്പറ്റണം. കാശിനാഥൻ PS, കാശിനാഥൻ PS, ആര്യ ജയേഷ്, ആരോമൽ രഞ്ജു, സനു PV. അടുത്ത സമ്മാനം ബഹുമാനിയായ ഫാദറെ കൊടുക്കും. ഫാദറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. റൈഹാന സിദ്ദീഖ്, മുഹമ്മദ് റൈഹാൻ, അദ്വൈത് സുഭാഷ്, മനീഷ മണി. അടുത്ത സമ്മാനം നമ്മുടെ പ്രിയങ്കരനായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS സജിമോൻ കൊടുക്കും.
അമൽ പ്രശോഭ്, ആദിത്യൻ അനീഷ്, ക്രിസ്ത്യൻ പ്രകാശ്, അശ്വതി വർഗീസ്. അടുത്ത സമ്മാനം നമ്മുടെ പ്രിയങ്കരനായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ വിനോദ് കൊടുക്കും. കാർത്തിക ബിജു ആണ്. അനന്യ, ഇനി അടുത്ത സമ്മാനം ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ത്രിവേണി ലൈബ്രറിയുടെ പ്രസിഡന്റുമായ കെ എസ് മോഹൻ. ശ്രീ സായി ലക്ഷ്മി, ആദിത്യൻ. അടുത്ത സമ്മാനം ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻസി അകറ്റി കൊടുക്കും. ജീവൻ ജോൺ, കനക സന്ദീപ്. അടുത്ത സമ്മാനം YSയുടെ പ്രസിഡന്റ് ജെയിംസ് നൽകും. ഫിലിക്സ് എത്തിയിട്ടുണ്ടോ? ഫിലിക്സ് അല്ല, ദിദിൻ. ഹാഷിമ ഷിജു. അടുത്ത സമ്മാനം YSയുടെ സെക്രട്ടറി രേഖലാൽ കൊടുക്കും. അനകേഷ് PS, മുഹമ്മദ് ആസിഫ്, റംന ജാഫർ. മുഹമ്മദ് ആസിഫ് എന്നോ? റംന ജാഫർ, അഭിനന്ദ് രാഘവ്. അപ്പോൾ നമ്മുടെ കിറ്റ് ഇതൊന്നും അവസാനിച്ചിരിക്കുകയാണ്. ഏർപ്പെടുത്തിയ വേണ്ടിയിട്ട് YSയുടെ സെക്രട്ടറി രേഖലാൽ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തികൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.